മകളുടെ കൂട്ടുകാരിയിൽ ആകൃഷ്ടനായ പ്രണയാതുരനായ 42-കാരന്റെ വിഫലതകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളുമാണ് 1999 പുറത്തിറങ്ങിയ അമേരിക്കൻ ബ്യൂട്ടി എന്ന ചിത്രം പറയുന്നത്. വളരെ ബോറിംഗ് ആയ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ലെസ്റ്റർ തന്റെ മകളുടെ കൂട്ടുകാരിയെ കണ്ടുമുട്ടുന്നതോടെ സംഭവങ്ങൾ കീഴ്മേൽ മറിയുന്നു. റൊമാൻസിന്റെ തീവ്രത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നതാണ് അഭിനേതാക്കളുടെ പ്രകടനം. ആഗ്രഹം പോലെ ജീവിക്കാൻ കഴിയാത്ത നിരാശയോടെ കഴിയുന്ന അയാളുടെ അയൽപക്കത്ത് ഒരു കുടുംബമുണ്ട്. അവിടെ കൗമാരപ്രായക്കാരനായ ഒരു മകനും സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരു അച്ഛനും അയാളുടെ ഭാര്യയും താമസിക്കുന്നു. ആ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കഥാനായകൻ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മകളുടെ കൂട്ടുകാരിയിൽ തന്റെ ശാരീരിക ആവശ്യങ്ങൾ സാങ്കല്പികമാക്കി നിറവേറ്റുന്ന അയാൾ അനുഭവിക്കുന്ന വൈകാരിക മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കുടുംബം, ലൈംഗികത, കാപട്യം, ആഗ്രഹങ്ങൾ എന്നിവയെ സൂക്ഷ്മമായി ചേർത്തെടുത്ത് നിർമ്മിച്ചതാണ് അമേരിക്കൻ ബ്യൂട്ടി. മികച്ച കഥയും മേക്കിങ്ങും അഭിനേതാക്കളുടെ കിടയറ്റ പ്രകടനവും ചിത്രത്തെ പതിവ് റൊമാൻസിന്റെ പാതയിൽ നിന്ന് വേറിട്ടതാക്കുന്നു. സാം മെൻഡസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അലൻ ബാൾ കഥാരചനയും കോൺറാഡ് എൽ ഹാൾ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. സന്ദർഭത്തിനനുസരിച്ചുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തോമസ് ന്യൂമാന്റെ സംഗീതം എടുത്തു പറയേണ്ടതാണ്. കെവിൻ സ്പേസി എന്ന നടന്റെ ഉജ്ജ്വല പ്രകടനം സമാനതകളില്ലാത്തതാണ്. ചിത്രം ഇപ്പോഴും IMDbയുടെ ആദ്യ 250 ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. 2000 ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡും അമേരിക്കൻ ബ്യൂട്ടി എന്ന ചിത്രത്തിലൂടെ കെവിൻ സ്പേസി സ്വന്തമാക്കി.